എല്ലാവരുടെയും ഓണാഘോഷം കഴിഞ്ഞല്ലേ? എൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി. ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അപ്പോൾ വൈകിപ്പോയ ആ വീഡിയോ ഒന്ന് കണ്ടാലോ? സാങ്കേതിക തടസ്സങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാമല്ലേ? അങ്ങനെ പറ്റിയതാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സദ്യ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലെ പ്രധാന ഐറ്റം സേമിയ പായസമാണ്. കൂടെ ബോളിയും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും കളറാക്കിയില്ലേ? ഈ റെസിപ്പി എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഓണം ആശംസകൾ. 10ാമത്തെ എപ്പിസോഡിൽ ഇന്ന് ഒരു മധുരമാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള സേമിയ പായസം. സേമിയ പായസത്തിനൊപ്പം ട്രിവാൻഡ്രംകാരുടെ പ്രിയപ്പെട്ട ബോളിയും ഉണ്ട്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ ഈസി ആയിട്ടുള്ള സേമിയ പായസം ഒന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യടിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താം. അതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. വറുത്ത സേമിയക്കുള്ളിലേക്ക് ഇനി നമുക്ക് പാലൊഴിക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് പാൽ ഒഴിച്ച് നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതേ സമയം മറ്റൊരു പാനിൽ ചവ്വരിയും ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സേമിയ പായസത്തിന് കട്ടിയും കുറച്ചുകൂടി കൊഴുപ്പും കിട്ടാൻ ചവ്വരിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പാലിനും സേമിയയ്ക്കും ഒത്ത കണക്കിന് നമുക്ക് പഞ്ചസാര ചേർക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. പഞ്ചസാരയും പാലും സേമിയയും നല്ലപോലെ ഇളക്കി നമുക്ക് അടിയിൽ പിടിക്കാതെ കുറച്ചധികം നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാലായതുകൊണ്ട് തന്നെ തിളച്ച് പോകാതെ നോക്കണം. പാലും സേമിയൊക്കെ നല്ലതുപോലെ തിളച്ചെടുക്കാൻ കുറച്ചധികം സമയമെടുക്കും. അതുവരെ നമുക്ക് നല്ലതുപോലെ നമ്മുടെ മിക്സ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനും പാലും സേമിയയും കട്ട പിടിക്കാതിരിക്കാനും ഇങ്ങനെ ഇളക്കുന്നത് സഹായിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് ചവ്വരിയും ഒരു പാനിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചവ്വരിയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പാലും സേമിയയും ഒക്കെ ഇപ്പം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ കുറച്ച് നേരം നമുക്കിങ്ങനെ ഇളക്കി നിൽക്കാം. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്നാലും സേമിയ കുടിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. എനിക്ക് പാക്കറ്റിൽ വരുന്ന സേമിയ മിക്സിനെക്കാട്ടിയും ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. പാക്കറ്റിൽ വരുന്നതും നല്ലതാണ്, പക്ഷേ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും സേമിയ ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരല്പം നെയ്യും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യ് ഞാൻ യൂസ് ആക്കുന്നില്ല. കുറേശ്ശെയാണ് നെയ്യൊക്കെ യൂസ് ചെയ്യുന്നത്. നല്ല ചൂടുള്ള പായസവും ബോളിയും പപ്പടവും പഴവും നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ? ആർക്കൊക്കെയാണ് ഈ കോമ്പിനേഷൻ ഇഷ്ടം? പായസത്തിനൊപ്പം ബോളി അത് മസ്റ്റാണ്. ബോളി തന്നെ വേണം. ഇനി ഒരവസരത്തിൽ ബോളിയുടെ റെസിപ്പി എന്തായാലും ഷെയർ ആക്കാം. പാല് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ആവശ്യത്തിന് പാല് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ ഒന്ന് കുക്കായി വരുന്നത് വരെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കാം. ഈ ചവ്വരി ഇടുമ്പോൾ തന്നെ നമ്മുടെ സേമിയ പായസത്തിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറും. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ആക്കാം. നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചവ്വരിയാണ്, അത് കുക്ക് ചെയ്തതാണ്, ഒഴിച്ചു കൊടുക്കുന്നത്. ചവ്വരി ഇടുമ്പോൾ തന്നെ നമ്മുടെ പായസം ഒന്ന് കുറുകി തുടങ്ങും. നമ്മുടെ സേമിയയും പാലും ചവ്വരിയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ച വിഷ്വൽ കിട്ടിയില്ല. അപ്പോൾ കുറച്ച് അധികം ഏലക്കപ്പൊടി ഇട്ടാൽ കുറച്ച് ടേസ്റ്റും രുചിയും മണവും ഒക്കെ കൂടും. അപ്പോൾ ഇപ്പം നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി കണ്ടോ? നല്ലതുപോലെ കട്ടിയുള്ള പായസമാണിത്. എനിക്ക് കട്ടിയുള്ള പായസമാണ് ഇഷ്ടം. ലൂസായ പായസം ഇഷ്ടമല്ല. അപ്പോൾ ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് അണച്ച് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടില്ലേ, അതും കൂടെയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി
ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, എപ്പോഴത്തെയും പോലെ രുചിച്ച് നോക്കാം. അതിനായിട്ട് നല്ല ചൂട് പായസം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. കണ്ടോ, ആവി വാർന്ന പായസമാണ്. നല്ല മധുരവും മണവും ഒക്കെയുള്ള പായസം. കൂടെ ഒരു പപ്പടം, പിന്നെ കൂട്ടിപ്പിടിക്കാൻ ഒരു പഴം, എല്ലാം കൂടി ചേർത്ത് ഒരു പിടി. ഈ പായസം ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എനിക്കിതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരാനേ പറ്റൂ. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് പായസം നമുക്ക് ബോളി കൂട്ടി ട്രൈ ചെയ്യാമല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണം സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു സീരീസുമായി ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധമായ ഓണാശംസകൾ.